ബിഗ് ബോസിൽ നിന്ന് ശരത്ത് എന്തായാലും പുറത്തു പോകും. അതിന് വ്യക്തമായ ഒരു കാരണം എൻ്റെ കയ്യിലുണ്ട്. നോമിനേഷനിൽ ഞാനത് തുറന്നു പറയാൻ പോവുകയാണ്. നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണിത്. അതായത് അഭിലാഷ് അനുമോളോടും ശൈത്യയോടും പറയുകയാണ്, ബിഗ് ബോസ് വീട്ടിൽ അനീഷിനെ അനാവശ്യമായി മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കുകയും അതുപോലെ തന്നെ അനീഷിനെ ഓരോ രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അപ്പാനി ശരത്ത് ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടുമുണ്ട്. ഞാൻ അത് അവനോട് പോയി പറയുകയും ചെയ്തിട്ടുണ്ട്. കൂട്ടം ആൾക്കാരെ ബാധിക്കുകയും ചെയ്യും. അത് ഞാൻ എന്താണെങ്കിലും നോമിനേഷൻ വരുന്ന സമയത്ത് വ്യക്തമായ കാരണത്തോടെ തന്നെ പറയുമെന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പാനി ശരത്ത് പുറത്തു പോകാനുള്ള ഒരു വലിയ കാരണം തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അന്നത് ഇവിടെ ഒരു വലിയ പ്രശ്നമാക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അപ്പാനി എന്തായാലും പുറത്തു പോയേനെ. പക്ഷെ ഞാനത് അന്ന് ചെയ്തില്ല. ഇപ്പോഴും ഞാൻ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല. എന്തായാലും നോമിനേഷൻ പ്രക്രിയ വരട്ടെ, ഞാനത് ആ സമയത്ത് തന്നെ തുറന്നു പറയും. അപ്പാനി ശരത്തിൻ്റെ മുഖം ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. എൻ്റെ ഒരു വാശി തന്നെയാണ്. ഞാൻ ഇവിടെ അനാവശ്യമായി ഒരു കാര്യങ്ങളിലും ഒരു പ്രശ്നങ്ങളിലും ഇടപെടാറില്ല. ക്രിയേറ്റ് ചെയ്തിട്ട് ആ പ്രശ്നങ്ങൾ വലുതാക്കാറുമില്ല. നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാകും. എൻ്റെ 2 ആഴ്ചത്തെ ഈ ബിഗ് ബോസ് വീട്ടിലെ പെർഫോമൻസ് നിങ്ങളൊന്ന് എടുത്തു നോക്ക്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ലഭിക്കും. ഞാൻ ഇവിടെ അനാവശ്യമായിട്ട് ഒന്നും പെർഫോമൻസ് ചെയ്തിട്ടില്ല. ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തത്. പക്ഷേ അവൻ അനീഷിനെ കാണിച്ചത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. അത്രയ്ക്കും വിഷമം എനിക്ക് തോന്നിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വളരെ മോശമായി പോയി. നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ വിഷം ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും പറയും അത് നമ്മുടെ അപ്പാനി ശരത്ത് തന്നെയാണെന്ന്. പുറത്ത് തനിക്കാണ് ഇമേജ് എന്ന എല്ലാവരുടെയും മൈൻഡിലേക്ക് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പാനി. നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ അപ്പാനിയെ കുറിച്ചുള്ള ചർച്ചാ വിഷയമാണ് ശ്രദ്ധ നേടുന്നത്. അപ്പാനിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്.